ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ എപ്പോഴെങ്കിലും പി സി ബികളിൽ ഇതേപോലത്തെ ചെറിയ കുത്തുകൾ, പ്രത്യേകിച്ച് ഗോൾഡൻ കളറിലുള്ളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത് മാത്രമല്ല, ചില റിമോട്ടുകളൊക്കെ എടുക്കുവാണെങ്കിൽ അതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് ഇതുപോലത്തെ ചില പോയിന്റുകൾ കാണാൻ സാധിക്കും. ഇനി മറ്റു ചില പി സി ബികളിൽ ഇതേ രീതിയിൽ ഒരു പ്രത്യേക കണക്ടർ കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഹോളുകൾ കാണും, പക്ഷേ കണക്ടർ ഒന്നും കണക്ട് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം. നമ്മൾ ഈ കാണുന്ന പോയിന്റുകളെയാണ് ടെസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഒരു സർക്യൂട്ട് നിർമ്മിച്ചു കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പാരാമീറ്റേഴ്സ് കൃത്യമാണെന്ന് വാലിഡേറ്റ് ചെയ്യാനും ടെസ്റ്റിങ്ങിനും ഡീബഗ്ഗിങ്ങിനും ഒക്കെ ഇത് സഹായകരമാണ്. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, സർക്യൂട്ട് ഓൾറെഡി ബിൽഡ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ലൈവായിട്ട് വോൾട്ടേജ് കൊടുക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ഓരോ പോയിന്റിലും പ്രീഡിഫൈൻഡ് ആയിട്ട് വേണ്ട വോൾട്ടേജ് അവിടെ തന്നെ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇത് കൂടാതെ നമുക്ക് ഓരോ പോയിന്റിലും ആവശ്യമുള്ള വേവ് ഫോംസ് അതിനെ കൃത്യമായിട്ട് ട്യൂൺ ചെയ്തെടുക്കാനൊക്കെ അനലോഗ് സർക്യൂട്ടുകളിലും ഇത്തരം പോയിന്റുകൾ ധാരാളം കാണാൻ സാധിക്കും. ഇനി സർക്യൂട്ട് ഒറ്റയടിക്ക് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റിങ്ങിലൊക്കെ ഇതുപോലെ പാസ്സാണോ ഫെയിലാണോ എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഇങ്ങനെയൊരു ടെക്നിക്ക് ഉള്ളതുകൊണ്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതൊക്കെ മാസ്സായിട്ടുള്ള മാനുഫാക്ചറിങ് വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ് ഈ ടെസ്റ്റിംഗ് പോയിന്റുകൾ. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായാലോ. ഇനി ഇതേപോലെ മറ്റൊരു കൂട്ടലുണ്ട്, അതാണ് JTAG എന്ന് പറയുന്ന കണക്ടർ. ഈ കണക്ടർ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ IC-കളൊക്കെ പ്രോഗ്രാം ചെയ്യാൻ, അതായത് ബോർഡിൽ ഇരുന്നുകൊണ്ട് തന്നെ ലൈവായിട്ട് അതിൻ്റെ ഫെയിം വയറൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ ഇത് സഹായകരമാണ്. ഇതിൽ വയറുകൾ കണക്ട് ചെയ്തോ അല്ലെങ്കിൽ ഹെഡറുകൾ കണക്ട് ചെയ്തോ ഇതേ രീതിയിൽ കോഡുകൾ ടൈപ്പ് ചെയ്തതിന് ശേഷം ഇത് നമ്മുടെ ഹാർഡ്വെയർ വഴി അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ IC ഊരാതെ തന്നെ പ്രോഗ്രാം ചെയ്യാൻ സാധിക്കും. ഒരു ഹാർഡ്വെയർ എഞ്ചിനീയർ PCB ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ ഇത്തരം കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടാണ് അത് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഇലക്ട്രോണിക് സർവുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തിനും മടിക്കണം, ഇപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടിക്കോളൂ.